ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവരും സുഖമല്ലേ? സോ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് വി ആർ സ്റ്റാർട്ടിങ് ഫ്രം മോർണിംഗ്. വേറെ ഒന്നല്ല, എനിക്ക് എൻ്റെ കിട്ടിയവനും കൂടെ ഒരു ഓഫ് ഡേ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. സോ യാ, അപ്പം ഞാനും അവനും കൂടെ ഡിസൈഡ് ചെയ്തു നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന്. ചുമ്മാ പുറത്ത് പോയിട്ട് കാര്യമുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് താല്പര്യമുള്ള കാര്യമാണ് ഫുഡ് കഴിക്കുക എന്ന്. എന്താണെന്നറിയില്ല, മൊത്തത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണല്ലോ. ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നമ്മളെ രണ്ടുപേരെയും ഹോബി കേട്ടോ. സോ അതിൽ തന്നെ ഫേവറേറ്റ് ആയിട്ട് ഈ പുറത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ നാട്ടിലത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മളെ ഫുഡ്, നമ്മളെ ബറോട്ടയും മീനും. അയ്യോ, അത് ലിസ്റ്റ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗൈസ്. അത് വ്ളോഗ് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യെസ്, അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങനെ ഒരു ക്രേവിങ്സാണ്. ശരിക്കും പറഞ്ഞാൽ ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കപ്പയും മീൻകറിയും കഴിക്കാനുള്ളൊരാഗ്രഹം. അപ്പം നോക്കിയപ്പോൾ കപ്പ ഇരിപ്പുണ്ട്, പക്ഷെ മീനില്ല. അപ്പോൾ മീൻ മേടിക്കണമെങ്കിൽ നമ്മളെവിടുത്തെ ഒരു ഷോപ്പിംഗ് മാളുണ്ട് പേർത്തിൽ. എല്ലാ സബർബിലല്ല, കുറച്ച് ഫേമസ് സബർബിലൊക്കെ ഇങ്ങനൊരു എന്താ പറയുക, മോള് കാണുന്നതായിരിക്കും. കരോസൽ എന്നാണ് പറയുന്ന പേര്. സോ വി ഹാവ് എൻറ്റേർഡ് ടു കരോസൽ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ കിട്ടിയനും കൂടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കടകൾ. അതിലൊരു വൺ ഓഫ് ദ സീ ഫുഡ് കടയിലാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഞാനും എൻ്റെ കിട്ടിയനും കൂടെ തെള്ളി ചാടിക്കൊണ്ട് പോവുകയാണ്. എന്നോട് കുറേ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോൾ അത് മേടിക്കാൻ പാടില്ല, ഇത് മേടിക്കാൻ പാടില്ല, ഫോക്കസ് ഓൺ ഓൺലി വൺ ഐറ്റം. ഞാനല്ലേ ആൾ, ഇപ്പം തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുമ്പോട്ട് കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത്. എൻ്റെ കണ്ണിൽ കുറേ കാര്യങ്ങൾ പെടുമെങ്കിലും എന്നെ വലിച്ചിഴച്ച ആൾ തിരിച്ച് ആ റൂട്ടിലോട്ട് കൊണ്ടുവരും. യെസ്, അതെൻ്റെ സ്വഭാവം മാത്രമല്ല, കുറേ പെണ്ണുങ്ങളെ സ്വഭാവം അതാണെന്ന് എനിക്കറിയാം നല്ലപോലെ. യെസ്, അങ്ങനെ നമ്മൾ തേടി വന്നത് സ്ഥലം എത്തിയിരിക്കുകയാണ്, ദ സീ ഫുഡ്. അതെ, ഇതെല്ലാ സബർബിലും ഇതുപോലത്തെ സീ ഫുഡ് കടകൾ കാണും കേട്ടോ. യെസ്, വന്ന് ചെന്നപ്പോൾ തന്നെ നല്ല കൊഞ്ചും എന്താ പറയുക, നമ്മളെ ക്രാബ് കുട്ടന്മാരും എല്ലാവരും ഇരിപ്പുണ്ട്. നമ്മൾ ആ ഡയറക്ഷനിൽ നോക്കിയില്ല, കാരണം നമുക്കത് വലിയ താല്പര്യമില്ല. വേണ്ടിയിരിക്കുന്ന ഓയിസ്റ്റർ എന്തെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷെ കാണുമ്പോൾ തന്നെ അത് എന്തോ വേണ്ട. പിന്നെ നമ്മളെ സാൽമൺ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വേറെന്തോ മീൻ, അതൊന്നും പേരൊന്നും വായിക്കാറില്ല. അയ്യോടാ, അതായിരിക്കുന്നത് നമ്മളെ ട്യൂണ, നമ്മളെ ചൂരക്കുട്ടൻ. ഇപ്പം തന്നെ ഈ മൂന്നാമത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവനെ തന്നെ മതി എന്ന് തട്ടിക്കൂട്ടാൻ. പക്ഷേ അങ്ങനെയല്ലല്ലോ ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കാൻ വന്നതെന്നുള്ളൊരു ബോധം എനിക്കുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കാണിച്ച് തരാമെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ്സ് കാണാമല്ലോ. നാട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും. പ്രത്യേകിച്ച് മീൻ ലവേഴ്സിനുള്ളവർക്ക് ഇവിടെ വന്നാൽ എല്ലാ മീനുകളും കിട്ടുമോ, നമ്മളെ മീനൊക്കെ മിസ്സാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും, ഫ്രോസണായിട്ടും ഫ്രഷ് ആയിട്ടെല്ലാം. പക്ഷേ ഫ്രഷായിട്ട് കിട്ടുന്നത് എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല കേട്ടോ. കിട്ടൂല എന്നൊന്നും ഞാൻ പറയില്ല, കിട്ടും. കുറേ മീനുകളുണ്ട്, ചാളയുണ്ട്, മത്തിയുണ്ട്, കുറേ മീനുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ഓരോ സമയത്തിനനുസരിച്ച് വരും. പിന്നെ രാവിലെ പോയാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള മീനും കിട്ടും. ഞാനിത് പോയത് രാവിലെയാണ് കേട്ടോ. പിന്നെ ഏതാണ്ടിരിക്കുന്ന ആവോലി, ഇങ്ങനത്തെ മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ മനസ്സിലിരിക്കുന്നത് നമ്മളെ ചൂരക്കുട്ടനെ വാങ്ങിക്കാനാണ്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട് ക്രേ ഫിഷസ് ആട്ടോ. ഇതുപോലെ കണ്ണാടി കൂട്ടിൻ്റെ അകത്തുനിന്ന് ലൈവായിട്ട് നമുക്ക് മീൻ മേടിച്ചുകൊണ്ട് പോകാം. അതാണ്ട് വൈശുവിന് അതുകൊണ്ട് ആ മീൻ ഇഷ്ടപ്പെട്ടു. ആ ചൂണ്ടിക്കാണിക്കുന്ന മീൻ വേറെ ഒന്നുമല്ല, ആവോലിക്കുട്ടനാണ്. എപ്പോൾ പോയാലും ആവോലിക്കുട്ടനെ വാങ്ങിക്കണമെന്നാണ് അവൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ചേഞ്ച് വേണ്ടേ മാഷേ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ശരി, എന്നാൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചൂരക്കുട്ടനെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി പറഞ്ഞിട്ട് വന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു വീഡിയോ കാണിക്കാൻ വേണ്ടി ചുറ്റിക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൺ ഇങ്ങനെ ഓരോരോ കൺട്രിയിൽ നിന്ന് ഫ്രോസൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ കണ്ണാടിക്കൂട്ടിൽ ഇതുപോലെ കുറേ മീനുകൾ ഇട്ട് വെച്ചേക്കും, വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ അതാണ്ട് നമ്മളെ ചേച്ചി പറഞ്ഞു ഇറ്റ്സ് റെഡി എന്ന്. അവർ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇങ്ങനെ ഒരു പാക്കറ്റിൽ 2 ഡബിൾ പാക്ക് ആക്കിയിട്ട് തരും കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴാണ് നമ്മൾ കുറച്ച് കണവക്കുട്ടന്മാരൊക്കെ ഉണ്ട് കുട്ടി. എൻ്റെ ഇവിടെ കുറേ കണവുകളുണ്ട് കേട്ടോ. കുഞ്ഞിക്കണവ, ബേബി സ്ക്വിഡ് എന്നൊക്കെ കണ്ടില്ലേ. അപ്പം ദേണ്ടിരിക്കുന്നു, എന്നെ കണ്ണ് മാടി വിളിച്ചു. പക്ഷെ പറഞ്ഞു വേണ്ട, ഒരു മീൻ വെച്ച് ഇന്ന് കഴിച്ചാൽ മതിയെന്ന്. നെത്തോലിയും ഗൈസ്, നെത്തോലി അവിടെ ഇരിപ്പുണ്ട്.
അത് ഭയങ്കര വില കുറവാട്ടോ അവിടെ. യെസ്, അങ്ങനെ നമ്മൾ ഇനി കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് അവന് മനസ്സിലായതുകൊണ്ട് തന്നെ പതുക്കെ എന്നെ കയ്യും വലിച്ചുകൊണ്ട് പോയി. എന്നാലും കണ്ണടിക്കുട്ടി ഇരിക്കുന്ന അതോ കണ്ടില്ലേ നിങ്ങൾ, അത് നമ്മളെ ചിപ്പിയാണ് കേട്ടോ. ചിപ്പിക്കുട്ടൻ എല്ലാവരെയും കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഞണ്ടുകുട്ടൻ എല്ലാവരും ഇരിപ്പുണ്ട്, നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അവർ. യെസ് ഗൈസ്, അങ്ങനെ നമ്മളെ സീ ഫുഡിന് ടാറ്റയും പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ചുമ്മാ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോഴേ ആളെ മുഖം ഒന്ന് ഒരു വേറെ സ്റ്റൈലിലൊക്കെ വന്നു. എന്നാലും കുഴപ്പമില്ല. ഞാൻ അതുപോലെ തന്നെ വേറൊരു കടയിൽ കയറി. ദാറ്റ്സ് നത്തിങ് ബട്ട് ടാർഗറ്റ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പുതപ്പ്, അതായത് ഒരു ബ്ലാങ്കറ്റ് മേടിക്കാൻ കൊതിയായി. ഭയങ്കര തണുപ്പാണ്, വിൻ്റർ സ്റ്റാർട്ടാവാൻ പോകുന്നുണ്ട്. സോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര തണുപ്പാണ്. ക്ലൈമറ്റ് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. യെസ്, അപ്പോൾ കണ്ട എന്തോ നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച് പോകും. ബട്ട് ഡ്യൂ ടു നെസസിറ്റി അല്ലാത്ത സാധനങ്ങളല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ച് യെസ് അങ്ങനെ ഇങ്ങനെ പോവാം. അപ്പോൾ ഒരുപാട് കളർഫുള്ളായിട്ടുള്ള എന്താ പറയുക ബ്ലാങ്കറ്റ്സ്, കംഫർട്ടേഴ്സ്, കുറേ കോഫി ഐറ്റംസ് ഉണ്ട് കേട്ടോ, ത്രോസ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കി ആൾ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നോക്കി പുള്ളിക്കാരന് ഒരു ബ്ലാങ്കറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്താ പറയുക, എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും എനിക്കിതിങ്ങനെ കാണുമ്പോഴേ ഞാൻ ഈ കടയിലൊക്കെ പോകുമ്പോൾ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ, ഏത് വാങ്ങണമെന്ന്. ആ പുള്ളിക്കാരൻ തൊട്ടതാണ് ആൾ മേടിച്ചത്. നല്ല ക്വാളിറ്റി ഐറ്റമാണ്, നമുക്ക് പറ്റിയ ബ്ലാങ്കറ്റായിരുന്നു. ദാറ്റ് വാസ് ഗുഡ്. ഒരു ലാർജ് ടൈപ്പായിരുന്നു. നമ്മളങ്ങനെ അതും മേടിക്കാമെന്ന് ആൾ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു അത് മേടിച്ചോ, ട്രോളിയിലിട്ടോ, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയി. അപ്പോഴും എന്നോട് പറഞ്ഞു വേറെ ഒരു സാധനം മേടിക്കില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ഒന്നും മേടിക്കില്ല, ഞാൻ ഒന്ന് ചുറ്റിയിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തുനിന്ന് മുങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് വെച്ചു, പോകണ്ട, ഇവിടെ നില്ല്, നമുക്കിത് ഒന്നും കൂടെ നോക്കി ഇതൊന്ന് കംഫർട്ട് ചെയ്ത് ഇത് മാത്രം മതിയെന്ന് പറഞ്ഞെങ്കിലും മനസ്സനുവദിച്ചില്ല ഗൈസ്. ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. കുട്ടിച്ചാത്തൻ എസ്കേപ്പാവും പോലെ എസ്കേപ്പായി. അതുകൊണ്ട് അവിടെ ചെന്നതാണ്ട് കണ്ട ഒരു എന്താ പറയുക, ഒരു കണ്ണാടിയിൽ ഞാൻ എൻ്റെ സെൽഫ് പോസ്, എൻ്റെ തല എൻ്റെ ബോഡി, എൻ്റെ തല എൻ്റെ ബോഡി സ്വന്തമായിട്ട് തന്നെ നോക്കി ഭംഗി ആസ്വദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ വേറെ സൈഡിൽ പോയപ്പോൾ നമ്മളെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണല്ലോ ഈ പാത്രങ്ങൾ. കണ്ട ഉടനെ ഞാൻ പറഞ്ഞു ഇത്ര രൂപയുള്ളൂന്ന്. അയ്യോ, അതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് എന്നെ വലിച്ചഴിച്ചുകൊണ്ട് ആൾ പോയി. പിന്നെയും ഞാൻ പോയി ഗൈസ്. വീണ്ടും എന്നെ പോകണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ആകർഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇത് ഇരിക്കുന്ന ഈ ഡെക്കറേഷൻ ഐറ്റംസിൽ ഈ ഇരിക്കുന്ന ക്യാൻഡിൽ ജാർ എത്ര പേർക്ക് ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സെൻറ്റ് സ്മെല്ല്, നല്ല പ്ലസൻറ്റ് സ്മെല്ല് തരുന്ന സാധനങ്ങൾ. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ട് വീണ്ടും ചുറ്റിയാലോ എന്ന് ആലോചിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ഇനി ഇതെല്ലാം വാങ്ങിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എന്നെ നാണം കെടുത്ത് ഗൈസ്. എല്ലാ ആണുങ്ങളും ഇങ്ങനെയാണെന്ന് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എൻ്റെ കെട്ടിയായി എന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചൊറിയും കേട്ടോ. ഞാൻ എൻ്റെ സ്വന്തം പോസ്റ്റേഴ്സൊക്കെ നൽകി. ഞാൻ നമ്മൾ ടാർഗറ്റിൽ നിന്ന് ബൈ പറയാൻ നേരത്തെ തന്നെ ഒരു സാധനം കൊടുക്കണമല്ലോ, ബില്ല്, അത് അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞു നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ആളെ പുഞ്ചിരിയോടെ. ആക്ച്വലി ഗൈസ്, ഞാനൊരു ബ്ലാങ്കറ്റ് മാത്രമല്ല, ഞാനൊരു വിൻ്റർ ക്ലോത്ത് എടുത്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ, പാത്രങ്ങളൊക്കെ എടുത്തു കേട്ടോ. അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എന്നെ വഴക്ക് പറഞ്ഞാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത്. അങ്ങനെ നമ്മളെ ട്രോളിയും കൊണ്ട് നമ്മളത് ടാർഗറ്റിനും ബൈ പറഞ്ഞ് നമ്മൾ വീണ്ടും എന്തെങ്കിലും സ്ഥലത്ത് പോകണമെന്ന് വിചാരിച്ചപ്പോൾ ആൾ തളർന്നു പോയി. അങ്ങനെ നമ്മൾ രണ്ടുപേരും ചെന്ന് 2 ഐസ്ക്രീമൊക്കെ മേടിച്ചു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതാ എന്താണ് തോന്നുന്നത്, അക്കൗണ്ട് കാര്യമായെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സാധനം മേടിച്ചാ മീന് വാങ്ങിക്കാൻ പോയതാണ് ഗൈസ്. പക്ഷെ റൂട്ട് വേറെ വഴി കൂടെ ഒക്കെ പോയപ്പം കുറച്ച് ചൂട് വന്നു, മീന് കഴിക്കാൻ ഉള്ള കൊതിയില് പോയപ്പോ പിന്നെ തണുപ്പത്ത് വിരിക്കാനുള്ള ബ്ലാങ്കറ്റ് മേടിച്ചു, ചോറൊക്കെയുള്ള പാത്രം മേടിച്ചു, പ്ലേറ്റ് മേടിച്ചു, കറിക്കുള്ള അങ്ങനെ ദീസ് ആർ ഓൾ നെസസിറ്റി ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയത്. അല്ലാതെ ഒന്നും അനാവശ്യമായിട്ട് ഒരു സാധനവും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് നോട്ട് ദ പോയിന്റ്. ഇങ്ങനെയാണ്. പിന്നെ ഞാൻ മാത്രമല്ല, എല്ലാ ബോയ്സും പറയാറുണ്ട് ഗേൾസിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒന്ന് വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളത് വാങ്ങിച്ചു പോകും. അതാണ് നമ്മളൊന്നും അനാവശ്യമുള്ള സാധനം അല്ല വാങ്ങണത്. ആണോ എന്നൊന്നും പറയുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അല്ല കേട്ടോ. ഞാൻ ആവശ്യമുള്ള സാധനം മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് ഷോപ്പിംഗ്. ഒരു സ്മോൾ ഷോപ്പിംഗ് ആയിരുന്നു, ഗുഡ് ഷോപ്പിംഗ്. വളരെ സന്തോഷമായി ഗൈസ്. അപ്പം വീണ്ടും ഇതുപോലെ കുറേ വീഡിയോസിൽ ഞാൻ വരുന്നതായിരിക്കും. ഞങ്ങൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് ചൊറിഞ്ഞ് വർത്താനമൊക്കെ ചൊറിഞ്ഞു. പിന്നെ നമ്മളല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുമ്പോൾ ആൾക്ക് കഴിക്കാൻ കൊതിയായി. ആൾക്ക് മാത്രമല്ല എനിക്കും. അങ്ങനെ വീട്ടിൽ ചെന്നൊന്ന് ഡ്രസ്സൊക്കെ വലിച്ചൂരി എന്താ പറയുക, ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ പ്രിപ്പറേഷൻ കഴിഞ്ഞു. എല്ലാ മാഗ്നേഷനൊക്കെ കഴിഞ്ഞു. ചൂരമീൻ പൊരിച്ചു, ചൂരമീൻ കറി വെച്ചു ഗൈസ്. പിന്നെ അപ്പുറത്തൊരു കുക്കറുണ്ട് കേട്ടോ, അവിടെ ഒരു കുഞ്ഞു കുക്കറുണ്ട്, അതിനകത്ത് എൻ്റെ കപ്പയുണ്ട് ഗൈസ്. കപ്പ അങ്ങനെ ഇന്നത്തെ ഒരു വലിയ അടിപൊളി ലഞ്ചായിരുന്നു ഗൈസ്. അടിപൊളി ലഞ്ച്. നല്ല ചോറ്, മരച്ചീനിയും ചൂരമീൻ പൊരിച്ചതും ചൂരമീൻ കറിയും. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ കുറച്ച് സന്തോഷങ്ങളെന്ന് പറയാൻ. അല്ലാതെ എന്താ, ഫുഡ് തരുന്ന സന്തോഷം വേറെ ഒന്നും തരത്തില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇതുപോലെ ഇനിയും വീഡിയോസായിട്ട് വരുന്നവരെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So until then, stay tuned and bye from Anjali. See you guys in the next video.